പാലാ നഗരസഭ ബജറ്റ് സ്വാഗതാർഹമാണെങ്കിലും ഇലക്ഷൻ മുൻപിൽ കണ്ട് മാണി സി കാപ്പൻ എംഎൽഎ ചെയ്ത കാര്യങ്ങൾ മാത്രം ബജറ്റിൽ പരാമർശിച്ചു എന്നും ജോസ് കെ മാണി എംപിയുടെ വികസന പദ്ധതികൾ എംപി ഫണ്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടും പേര് പരാമർശിച്ചില്ല എന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് ബിജു പാലുപ്പടവൻ. ഈ ബഡ്ജറ്റിന് നമുക്കറിയാം, മുനിസിപ്പൽ ആക്ട് വെച്ച് നഗരസഭാ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഫിനാൻസ് കമ്മിറ്റിയാണ്. ഫിനാൻസ് കമ്മിറ്റി തയ്യാറാക്കുന്ന കണക്കുകളും ബഡ്ജറ്റും വായിക്കാനുള്ള ഉദ്ദേശമാണ് ഫിനാൻസ് കമ്മിറ്റി ചെയർമാനുള്ളത്. അതിനകത്ത് അത് പ്രകാരം ഫിനാൻസ് കമ്മിറ്റി എന്ന് പറയുന്നത് വൈസ് ചെയർപേഴ്സൺ മായാരാവ് വെച്ച് 4 പേരും ഞങ്ങളാണ്. 4 പേരുണ്ടാവും. അപ്പം ഞങ്ങൾ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് ഇവർക്ക് അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ചർച്ച വേണം തിരുത്താൻ. അതാണ് മുനിസിപ്പൽ ചട്ടം. അത് പ്രകാരം ഞങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്ത്, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലത്തെ അവസ്ഥയായിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വൈസ് ചെയർമാനെ കൊണ്ട് അവതരിപ്പിച്ചില്ല. ചട്ടപ്രകാരം സെക്രട്ടറി തയ്യാറാക്കുന്ന കണക്ക് ചെയർമാനെ അവതരിപ്പിക്കാം. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇത് വെച്ച് അവർ അവതരിപ്പിക്കാൻ അനുവദിച്ചില്ല ഞങ്ങളുടെ വൈസ് ചെയർമാൻ. പക്ഷെ ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ പാലായുടെ ഒരു വികസന കാഴ്ചപ്പാട്, വികസനത്തെ എതിര് നിൽക്കുന്നതാണ് ഞങ്ങളുടെ നയം. അതുകൊണ്ട് ഞങ്ങളിത് വിശദമായിട്ട് ചർച്ച ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് ഞങ്ങളുടെ നിർദ്ദേശങ്ങളാണ് മുഴുവൻ പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കൗൺസിലിന്റെ തുടർച്ചയായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ പ്രധാനമായിട്ട് ഒരു 4 നിർദ്ദേശങ്ങൾ കൂടി ഞങ്ങൾ പറഞ്ഞു. ആ 4 നിർദ്ദേശങ്ങൾ വെച്ചാൽ, ഒന്ന്, വനിതകൾക്കായിട്ട് ഒരു വനിതാ ഫിറ്റ്നസ് സെന്റർ സ്ഥാപിക്കണം. അതോടൊപ്പം തന്നെ ജനത, പരമലക്കുന്ന്, അതുപോലെ തന്നെ നെല്ലിത്താനം ഈ ക്ലസ്റ്ററുകളുണ്ട് സർക്കാരിന്റെ ഉടമസ്ഥകൾ. അവിടെ പാവപ്പെട്ടവർക്ക് വേണ്ടി അടിസ്ഥാന സൗകര്യ വികസനമായി കുറച്ച് പൈസ അനുവദിക്കണം. മൂന്നാമതായി നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജിന്റെ കാര്യം നമുക്കറിയാം. ലണ്ടൻ ബ്രിഡ്ജിന്റെ കാര്യത്തിൽ നമുക്കറിയാം, നേരത്തെ ഞങ്ങൾ വിവാദത്തിലേക്കല്ല പോയത്. അവരുടെ പ്രായോഗിക പരിജ്ഞാനം കുറവുകൊണ്ട് സംഭവിച്ച ഒരു തെറ്റ്, അതായത് ആ ഫണ്ട് മെയിൻ്റനൻസ് ഗ്രാൻഡിൽ വെച്ചാൽ DPC അംഗീകരിക്കുക എന്ന കാര്യം പറഞ്ഞ് അത് വികസന ഫണ്ടിൽ വെക്കാൻ പറഞ്ഞു. അത് പ്രകാരം അതുപോലെ തന്നെ അതിന്റെ പോരായ്മകൾ സാങ്കേതികമായി എല്ലാം ഇതും പരിശോധിച്ചതിന് ശേഷം DPR തയ്യാറാക്കാൻ പറഞ്ഞു. അത് പ്രകാരം അവർ പിന്നീട് അവർ ഉൾക്കൊള്ളേണ്ടി വന്നു. അത് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത്, ജനറൽ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി ഭയങ്കര തിരക്കാണ്. അത് 1-way സിസ്റ്റത്തിന് വേണ്ടി താഴെ റാമ്പ് പണിയാൻ നിർദ്ദേശിച്ചു. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പൂർണ്ണമായിട്ട് ഈ ബഡ്ജറ്റിനെ സാധനം ചെയ്യുകയാണ്. ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും പ്രതിപക്ഷം ഒരു ബഡ്ജറ്റിനെ സാധനം ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും ബഡ്ജറ്റിനെ സാധനം ചെയ്യുക. പിന്നെ ഇതിൻ്റെ അകത്ത് അവർ എഴുതുന്നതിനകത്ത് നമുക്ക് ഇടപെടാൻ പറ്റില്ല. എഴുതുന്നതിൻ്റെ അകത്ത് അവർ ചില അത്ഭുതങ്ങളൊക്കെ കാണിച്ചത്. എന്താ, ഒരു ഇലക്ഷൻ പ്രചരണത്തിൽ MLA കണ്ടാലും പൊക്കി. അത് ഞങ്ങൾക്ക് തെറ്റുമില്ല. MLA സഹകരണം കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങൾ ബഡ്ജറ്റ് ചെയ്തപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജോസ് കെ മാണി MP ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന. കെ മാണി ക്യാൻസർ സെന്ററിന് അദ്ദേഹം 2,45 ലക്ഷം രൂപ കൊടുത്തു. ആ കൊടുത്ത് പ്രാദേശിക വികസനത്തിന് കൊടുത്തു. ആ കൊടുത്തതിന്റെ പേരിലാണ് അവിടെ ആ ഒരു സൗധം അവിടെ പൊങ്ങി വരുന്നത്. അത് ആ കെട്ടിടം നിർമ്മിച്ചാൽ മാത്രമേ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് ചെയ്തു. അതുപോലെ സിന്തറ്റിക് ചികിത്സ 7 കോടി ഇവിടെ MLA 5 വർഷം നോക്കിയിട്ട് നടന്നില്ല, 4 വർഷം നോക്കിയിട്ട് നടന്നില്ല. ജോസ് കെ മാണി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തതിന്റെ വെളുത്തിലാണ് അനുവദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ബുദ്ധിയുള്ള കാര്യമാണ്. അതുപോലെ രാജീവ് ഗാന്ധി ബയോടെക്നോളജി ലാബ്, നിങ്ങൾക്കറിയാം, അതായത് തിരുവനന്തപുരം കഴിഞ്ഞാൽ ഈ കേരളത്തിൽ ആകെയുള്ള ലാബ് പാലാ ജലാശയം, അത് ജോസ് കെ മാണിയുടെ സംഭാവനയാണ്. അതുപോലെ തന്നെ ജനറൽ ഹോസ്പിറ്റൽ റോഡ് നമുക്കറിയാം, വളരെ ഷോർട്ട് കട്ട് റോഡ്, BMPC നിലവാരത്തിൽ 2 കോടി ജോസ് കെ മാണി അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ പാലിയേറ്റീവിന്, അതായത് മറ്റേ ആശുപത്രി പാലിയേറ്റീവിന് വേണ്ടി വണ്ടി അനുവദിച്ചു. ഈയിടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി വാഹനം അനുവദിച്ചു. അതുപോലെ നമുക്കറിയാം ഓപ്പൺ ജിം, നിങ്ങൾക്ക് പോലും കാണാം, 100 കണക്കിന് ആൾക്കാർ ഓപ്പൺ ജിമ്മിന് പണം അനുവദിച്ചു. അതുപോലെ റിംഗ് റോഡിന് വേണ്ടി കിങ്ഫിയിൽ 5 കോടി അനുവദിച്ചു. ഞാൻ ഇത് മാത്രമല്ല, ഇത്ര മുനിസിപ്പാലിറ്റി ചെയ്ത കാര്യമാണ്. മുനിസിപ്പാലിറ്റിയിൽ അദ്ദേഹം MLA അല്ലായതായിട്ട് പോലും ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് ഇവിടെ ഒന്നും പരാമർശിച്ചില്ല. അത് അവരുടെ സങ്കുചിത മനോഭാവം മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ എന്നെ കുറ്റപ്പെടുന്നില്ല, അതിന് അതൊന്നും ഭാഗമാക്കാനുമില്ല. അപ്പൊ അതുകൊണ്ട് ഏത് തരത്തിൽ നോക്കിയാലും ഈ ബഡ്ജറ്റിനെ ഞങ്ങൾ അംഗീകരിക്കുകയാണ്.